السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ യുവാക്കൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഈ ഒരു നീണ്ട പ്രസംഗത്തിന്റെ അവസരം അല്ല. നിങ്ങളൊക്കെ വളരെ നേരത്തെ വന്ന് വളരെ വെയിൽ കൊണ്ട് ഇരുന്ന് ത്യാഗം സഹിച്ചവരാണ്. അല്ലാഹു അതിനെല്ലാം നമുക്ക് അർശിന്റെ തണൽ നൽകി നമ്മെ സാലിഹീങ്ങളോടുകൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ മഹത്തായ ആദർശം ഒരൽപ്പവും വിട്ടുവീഴ്ച ചെയ്യാതെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളും മുൻഗാമികളായ അയിമ്മത്ത് മുജ്തഹിദുകളും സാലിഹീങ്ങളും കാണിച്ചു തന്ന വഴി മുറുകെ പിടിച്ച് മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ ബഹുജന സംഘടനയായിട്ടാണ് ഇതുവരെയും നമ്മുടെ മഹത്തായ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ പേരിൽ കോഴിക്കോട് നിർമ്മിക്കപ്പെട്ട പള്ളി എന്റെ സുന്നികളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്റെ സുന്നികളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ മഹാനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച പട്ടാളപ്പള്ളി എന്റെ നമ്മുടെ കൈവശത്തിൽ നിന്ന് നീങ്ങിപ്പോയത്. അങ്ങനെ തുടങ്ങി ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറത്തിന്റെ സമീപത്തുള്ള എടവണ്ണപ്പള്ളിയും ജാറവും എങ്ങനെയാണ് തകർക്കപ്പെട്ടു പോയത്. ഇതുപോലെ കുറ്റ്യാടിയിലുണ്ടായിരുന്ന അതിമഹത്തായ ജുമാഅത്ത് പള്ളിയും തൊട്ടടുത്തുള്ള ജാറവും എങ്ങനെയാണ് പരസ്യമായി തകർക്കപ്പെട്ടു പോയത്. ഈ ചോദ്യങ്ങളുടെ മറുപടി ഇപ്പോൾ ജീവിക്കുന്ന നമ്മുടെ യുവ സമൂഹത്തിന് മനസ്സിലാക്കാൻ പ്രയാസം തോന്നും. കാരണം എന്തുകൊണ്ട്? നമ്മുടെ സംഘടന വളർന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ബഹുഭൂരിപക്ഷം സുന്നികളാണ് എന്നത് യാതൊരു സംശയവും ഇല്ല. പക്ഷേ സുന്നികൾക്ക് ആദർശപരമായി ആശയപരമായി നേതൃത്വം കൊടുത്ത് സുന്നികളെ സംഘടിപ്പിച്ച് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ചിഹ്നങ്ങൾ നിലനിർത്താൻ പോലും പഴയ കാലത്ത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പുളിക്കലിൽ ഒരു വഅദ് പറയാനുള്ള പെർമിറ്റ് പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഇവിടെ കഴിഞ്ഞുപോയി. അൽഹംദുലില്ലാ, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, നമ്മുടെ സംഘടന വളർന്ന് പന്തലിച്ച്
1989 കാലത്ത് എറണാകുളം സമ്മേളനം നടക്കുന്നതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന ഒരു വലിയ വിവാദം പാലപ്പറ്റ പള്ളിയായിരുന്നു. ആ സന്ദർഭം മുതൽ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. നേരത്തെ ഉള്ളതുപോലെ ഒരു പ്രദേശം അങ്ങനെ തന്നെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാരണം SYS-ഉം SSF-ഉം ഇവിടെ പ്രവർത്തിച്ചു എന്നതാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു വന്നത് സുന്നികളാണെന്ന് പറഞ്ഞ് ജീവിച്ചാൽ മാത്രം പോരാ, മറിച്ച് സുന്നത്ത് ജമാഅത്താകുന്ന ആദർശത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടി വേറെ ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ ആരുടെയും പിന്നാലെ പോകാതെ നമ്മുടെ കാലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും ഒരു പ്രചോദനം നൽകുന്ന ഒരു വലിയ ജനമഹാസമുദ്രമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയോ രാഷ്ട്രത്തലവനെയോ കണ്ടുകൊണ്ടല്ല ഇന്നീ സമ്മേളനത്തിൽ ആളുകൾ വന്നത്, നമ്മുടെ പണ്ഡിതന്മാരെ മാത്രം കണ്ടുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മഹത്തായ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നാം സധൈര്യം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. മഹാന്മാരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദീൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദീൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദീൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദീൻ, അത് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മക്കയിലും മദീനയിലും ജുമുഅ നടക്കുന്നു, അതുപോലെ ലോകം മുഴുക്കെ നടക്കുന്നു. അവിടെയെല്ലാം ജുമുഅക്ക് 2 ബാങ്ക് വിളിക്കുന്നു. ആ 2 ബാങ്ക് വിളിച്ചാൽ നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞത് ആരാണ്? 2 ബാങ്ക് ജുമുഅ നിസ്കാരത്തിന് വിളിച്ചാൽ നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞ് മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയതാരാണ്? മാന്യ മുസ്ലിം സഹോദരന്മാർ വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കണം. ഇന്നും മക്കയിലും മദീനയിലും ആ ബാങ്കില്ലയോ? ഫസബത്തൽ അംറു അലാ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന് നൽകിയ അധ്യാപനത്തിൽ നിന്ന് 2 ബാങ്ക് ആരംഭിക്കേണ്ട സമയമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. സഹാബികളിൽ നിന്ന് ഒരു വ്യക്തി പോലും അത് ചോദ്യം ചെയ്തില്ല. അതാണ് ഇമാം ബുഖാരി ഫസബത്തൽ അംറു അലാ ദാലിക്, അതങ്ങനെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി 7ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ സ്വഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത്. അത് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉമ്മിലും രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ മുസ്ലിം ലോകത്ത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞ 2 ബാങ്ക് എന്തിനു ചോദ്യം ചെയ്തു? എന്തിന് മുസ്ലിം മഹല്ലത്തുകളിൽ ഭിന്നിപ്പുണ്ടാക്കി? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ മക്കയിലും മദീനയിലും സദസ്സിൽ പങ്കെടുക്കുന്നവർ ഏതൊക്കെ ഭാഷക്കാരാണ്? സദസ്സിലുള്ളവരുടെ ഭാഷക്കനുസരിച്ച് നിസ്കാരം നിർവഹിക്കുക, ബാങ്ക് കൊടുക്കുക, സലാം ചൊല്ലുക, സലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ഇങ്ങനെയൊരു മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദിബിൽ പഠിപ്പിച്ചതുപോലെ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനാൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതി നിർവഹിക്കുന്നത് ജുമുഅയല്ലെന്നും അത് നിസ്കാരമല്ലെന്നും അത് ബാത്തിലാണെന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ മഹാന്മാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ട് അതിനെ തള്ളി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളുടെ ജുമുഅകൾ ബാത്തിലാക്കാൻ എന്തിനാണ് ഇവിടെ പരിശ്രമിച്ചത്? എന്താണ് അതുകൊണ്ട് ഈ സമുദായത്തിന് കാര്യം കിട്ടിയത്? ഇതുപോലെ മദീന ശരീഫ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറം, ആ ജാറത്തിന്റെ ചുമര് മദീന പള്ളിയുടെ ഒരു ചുമരല്ലയോ? ആ ജാറത്തിന്റെ ഉള്ളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അന്ത്യവിശ്രമം കൊള്ളുകയല്ലയോ? ആ ജാറത്തിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയല്ലേ? എന്തിനാണത് എഴുതി വെച്ചത്? നമ്മൾ ചില പള്ളികളിൽ കയറി ചെന്നാൽ നവൈതുൽ ഇത്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് എഴുതി വെച്ചത് കാണാം. അത് ചുമര് നിയ്യത്ത് ചെയ്യുന്നതാണോ? അതല്ല. ആ ചുമരിലേക്ക് കണ്ണു പതിയുന്നവർ നിയ്യത്ത് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചതാണോ? നമുക്കെല്ലാം അറിയാം. ഇത്തികാഫിനെ കരുതാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വാഹിലും ഇമാം ബൈഹഖിയും ഇബ്നു അസാകിറും ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്നാൽ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ ഉന്നയത്തിൽ ഇബ്നു ഖുദാമ ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ അതേ മുഗ്നിയിലും അതുപോലെ ഹിദായ തുടങ്ങിയ ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിലും ശാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിലും ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മദ്ഖലിൽ മാലിക്കി മദ്ഹബിൽ വിവരിക്കുന്ന മഹാനായ ഇബ്നുൽ ഹാജ് തങ്ങളുടെ ഗ്രന്ഥത്തിലുമെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് വളരെ അദബോടെ ഗുരുത്വത്തോടെ നിൽക്കണമെന്നും അതുമാത്രമല്ല ഹബീബായ നബി തങ്ങളോട് വളരെ അദബോടെ ഗുരുത്വത്തോടെ താഴെ നോക്കി നിസ്കാരത്തിൽ നിൽക്കുന്നത് പോലെ അവിടെ ഹദ്റത്തിൽ പോയി നിൽക്കണമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഇമാം നവവി റഹിമഹുല്ലാഹ് കിതാബുൽ ഈളാഹിലടക്കം എടുത്തുദ്ധരിച്ച് വളരെ അദബോടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു നബി തങ്ങളോട് തേടാൻ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഖ്ലുബുഹു فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم അവിടുത്തെ ഖബറിൽ നിന്ന് ധാരാളം സംഭാവന ലഭിക്കുന്നു. അവിടുന്ന് ഇവിടെ കിടക്കുന്നതിനാൽ ഈ നാട് തന്നെ പുണ്യഭൂമിയായിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടാനുള്ള പദ്യം മുസ്ലിമീങ്ങൾക്കത് പുണ്യമാണെന്ന് രേഖപ്പെടുത്തിയതിന്റെ പുറമെ അത് മറന്നുപോകാതിരിക്കാൻ വേണ്ടി സ്വർണ്ണലിപി കൊണ്ട് ജാറത്തിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ എഴുതി വെച്ചതും പച്ചക്കുബയുള്ള ജാറവും മുസ്ലിം ലോകം മുഴുവനും സന്ദർശിക്കുമ്പോൾ ജാറത്തെ ബഹുമാനിച്ചവരും ജാറത്തിന്റെ ഉള്ളിലുള്ളവരെ ആദരിച്ചവരും ജാറത്തിലുള്ളവരെ വിളിച്ചവരും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്താൻ ഒരു ചെറിയ ഒരു വിഭാഗം നമ്മുടെ സമുദായത്തിൽ പ്രവർത്തിച്ച് ഈ സമുദായത്തിന്റെ സുന്ദരമായ ഐക്യം തകർത്തപ്പോൾ ഈ ഐക്യം തകർക്കുന്നവരെ മാറ്റി നിർത്തണമെന്നും ഐക്യം തകർക്കുന്നവരായി ഐക്യപ്പെട്ട് അവർക്ക് അഭയം കൊടുക്കാൻ പാടില്ലെന്നും ഈ പ്രസ്ഥാനത്തെ ഇസ്ലാമിനെ മുൻപല്ല് പൊട്ടിത്തെറിച്ച് തലയിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ച് കൈവിരലിൽ മുറിഞ്ഞ് രക്തം വാർന്ന് കാലിന്റെ തണ്ടലിൽ നിന്ന് രക്തം വാർന്ന് ഓ സുഹൃത്തുക്കളെ അവസാനം നിങ്ങൾക്കറിയാം ശത്രുക്കളെല്ലാവരും കൂട്ടുമുന്നണിയായി എതിർക്കാൻ വന്നപ്പോൾ ആ ശത്രുക്കൾക്ക് കയറി വരാനുള്ള സാഹചര്യമില്ലാതിരിക്കാൻ മദീനയുടെ ബൗണ്ടറിയിൽ വലിയ കിടങ്ങ് കീറാൻ വേണ്ടി കിടങ്ങിലേക്ക് ഇറങ്ങി അതേ അവിടുന്ന് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാത്തതിനാൽ കല്ല് വെച്ച് കെട്ടിയിട്ട് വികാസെടുത്ത് കീറി ഈമാനും ഇസ്ലാമും നമ്മുടെ മുൻഗാമികൾ മുഖേന നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി എല്ലാ നിരക്കും പ്രവർത്തിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമ്മളെ പഠിപ്പിച്ചത് മൻ അഹ്ദസ വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ ഔ ആവാ മുഹദ്ദിസൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണ്ട പുത്തനാശയക്കാരന് അഭയം നൽകിയാൽ അവനെ കൂട്ടുപിടിച്ചാൽ അവനെ ബഹുമാനിച്ചാൽ അവനെ ആദരിച്ചാൽ അവന് സ്ഥാനം നൽകിയാൽ അവന്റെ സമ്മേളനങ്ങളും അവന്റെ പരിപാടികളും വിജയിപ്പിച്ചാൽ അവന് സമൂഹത്തിൽ ആദരവ് വാങ്ങിക്കൊടുത്താൽ അങ്ങനെ അവർക്ക് അഭയം നൽകുകയും കൂട്ടു നൽകുകയും ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി والملائكة
വന്നാസി അജ്മഈൻ. പുത്തനാശയക്കാർക്കും അവർക്ക് കൂട്ടുനിൽക്കുന്നവർക്കും അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളെ ശാപമുണ്ട്, സജ്ജനങ്ങളെ ശാപമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം സഹീഹുൽ ബുഖാരിയിൽ എത്ര തവണയാണ് ഇമാം ബുഖാരി ആ ഹദീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തത്? അവിടുന്ന് പറഞ്ഞില്ലേ, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ആ പുത്തനാശയക്കാരും അവരെ കൂട്ടിപ്പിടിച്ച് നടക്കുന്നവരും അവര് ചെയ്യുന്ന ഒരു ഫർമായ പ്രവർത്തനവും ഒരു സുന്നത്തായ പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കൂല. അവരെ നിസ്കാരവും നോമ്പും തന്നെ അല്ലാഹു സ്വീകരിക്കൂല. പിന്നെങ്ങനെ അവരെ സംഘടനാ പ്രവർത്തനം സ്വീകരിക്കല്? എങ്ങനെയാ അവരുടെ മറ്റു പ്രവർത്തനങ്ങൾ സ്വീകരിക്കല്? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പഠിച്ച റബ്ബേ, അല്ലാഹു തആല നമ്മെ സഹകരിക്കുകയും നമ്മോട് കൂട്ടുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉമറാക്കൾക്ക്, നാട്ടിലെ കാരണവന്മാർക്ക്, മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഒരു അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ്. അതേ സമയത്ത് പുത്തനാശയക്കാരെ ശക്തിപ്പെടുത്തുന്നവരും പുത്തനാശയക്കാരെ കൂട്ടുപിടിച്ച് നടക്കുന്നവരും അവർക്ക് അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ശാപമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞത് അവരുടെ ഫർളോ സുന്നത്തോ സ്വീകരിക്കപ്പെടൂല. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിലെ ജീവിതം മതിയോ? ഇവിടെയുള്ള സ്ഥാനമാനം മതിയോ? ഇവിടെയുള്ള ആഡംബരങ്ങൾ മതിയോ? ഈ ലോകത്തുള്ളത് മുഴുവനും ആഡംബരങ്ങളായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതിയിട്ടില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മദീനയിലെ മഹത്തായ ജാറത്തിന്റെ അടുക്കലേക്ക് യാത്ര പോകാൻ പാടില്ലെന്ന് വരെ പഠിപ്പിക്കാൻ വേണ്ടി ജാറത്തിങ്കിലേക്കുള്ള ടൂറുകൾ ശിർക്കിന്റെ ആചാരങ്ങളാണെന്ന് പച്ചയായി എഴുതി വെച്ച തബ്ലീഗ് ജമാഅത്തുകാരും അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് തെറ്റാണെന്ന് അൽമനാറിൽ എഴുതി വെച്ച ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെ ജാറങ്ങളുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്താൽ പുണ്യമില്ലെന്ന് പച്ചയായി എഴുതി വെച്ച ഖബർ പൂജ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ച ജമാഅത്തെ ഇസ്ലാമിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് പോകുന്ന ആശിഖീങ്ങളെയും മുഹബ്ബീങ്ങളെയും ഈമാൻ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കക്ഷികളെ ആദരിക്കാനും സ്നേഹിക്കാനും പോകരുതെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ നമ്മുടെ നേതാക്കളെയും പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും റോട്ടിലിട്ട് ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും മരിക്കാൻ ഉദ്ദേശിക്കുന്നവരെക്കാൾ ഭാഗ്യം കെട്ടവർ ലോകത്താരാണ് സഹോദരന്മാരെ? അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മെ അല്ലാഹു തആല സലാമത്താക്കി. അതിന് എത്ര തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ ഈ പ്രസ്ഥാനം അത് ഊതിക്കെടുത്തിക്കളയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല. യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, നന്ദിയില്ലാത്ത ജനങ്ങൾ എത്ര വെറുത്താലും, സത്യം മൂടിവെക്കുന്നവർ എത്ര തന്നെ വെറുത്താലും അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നവരെ നിരാശരാക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അവനാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യത്തിന്റെ വെളിച്ചവുമായി പറഞ്ഞയച്ച് അവനാണ് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത്. അവനെ മറികടക്കാൻ ഒരു രാജാവുമില്ല, ഒരു നേതാവുമില്ല, ഒരു ധനികനുമില്ല, ഒരാളുമില്ല. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ്. അല്ലാഹുവിന് മാത്രമാണ് അധികാരം, വേറെ ആർക്കും അധികാരമില്ല.
സർവാധികാരങ്ങളും അവന്റെ അധികാരത്തിന് കീഴിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ആ അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് എന്ത് വന്നാലും ശരി, ഞങ്ങളുടെ കഴുത്ത് വെട്ടിപ്പോയാലും ശരി, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്ന് ഖാബീൽ അക്രമത്തിന് മുതിർന്നു. ബാപ്പ പഠിപ്പിച്ചു കൊടുത്ത പൈതൃകം സൂക്ഷിച്ച് ജീവിക്കാൻ തുനിയാതെ അസൂയയുടെ പേരിൽ സഹോദരന്റെ തലവെട്ടാൻ ഹാബീൽ ശ്രമിച്ചു. പക്ഷേ ഹാബീൽ എന്ന് പറയുന്ന നല്ല മകൻ ആ സമയത്ത് പറഞ്ഞ മറുപടി, ലൈൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ നബി ബാസിതു യദിയ ഇലൈക്. നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടിയാൽ സഹോദരനായ നിങ്ങളിലേക്ക് ഞാൻ കൈനീട്ടുകയില്ല എന്ന് പറഞ്ഞ ഹാബീലിന്റെ ആശയം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന SYS-ന്റെയും SSF-ന്റെയും SNA-യുടെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെയും നമ്മുടെ പണ്ഡിത സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഭയുടെ ശാഖകളായി പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനാ കുടുംബത്തിലെ അംഗങ്ങൾ, ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. എറണാകുളം സമ്മേളനത്തിന് ശേഷം ഞങ്ങളിൽ നിന്ന് അതാ അരഡസനിലധികം ആളുകളെ പല സ്ഥലത്തും ദാരുണമായി കൊന്നുകളഞ്ഞില്ലേ? പക്ഷേ അത് ഖാബീലിന്റെ സ്വഭാവം സ്വീകരിച്ചവരാണെങ്കിൽ ഞങ്ങൾ ഹാബീലിന്റെ സ്വഭാവം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഹാബീലിനെ പുകഴ്ത്തിയിട്ടുണ്ട്, ഖാബീലിനെ അതാ ഖുർആൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഫഅസ്ബഹ മിനൻ നാദിമീൻ, അവൻ ഏറ്റവും വലിയ ഖേദിച്ചവരിൽപ്പെട്ടുപോയി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഖേദമായിരിക്കും അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ട് സത്യത്തെ നേരിടാൻ വരുന്നവർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകുന്നത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന്റെ ബാനർ വെച്ചിട്ട് അത് കീറാൻ വന്നവനോട് നീ എന്തിനാണത് കീറുന്നത് എന്ന് ചോദിക്കുമ്പോഴേ ഇരുമ്പിന്റെ ദണ്ഡെടുത്ത് അടിച്ച് തലയോട്ടി പൊട്ടിച്ചതിനാൽ ആ തലയോട്ടി പൊട്ടിപ്പോയ ചെറുപ്പക്കാരന് ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെന്നു നോക്കിയിട്ടുണ്ട്. അവിടെ ഓപ്പറേഷന് വിജയമാക്കണമെന്നാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അല്ലാഹുവേ, അത്തരത്തിൽ ആക്രമിക്കപ്പെട്ട ഞങ്ങളെ മുഴുവൻ പ്രവർത്തകന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങളിൽ കൊല്ലപ്പെട്ടവരെ മുഴുവനും നീ ശുഹദാക്കളിൽ പെടുത്തണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സംഘടന എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ സംഘടനകൾ എന്ത് തെറ്റ് ചെയ്തു? ആരെങ്കിലും ഒരാൾ പറയട്ടെ, ശരീഅത്തിന്റെ നിയമപ്രകാരം ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറയട്ടെ. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം SYS ഇന്ന തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ SSF ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറയട്ടെ. ഈ മഹത്തായ സംഘടനയുടെ സംഘടനാ നേതാക്കൾ, നമ്മുടെ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, ഈ നാട്ടുകാരനും കൂടിയായ മർഹൂം വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാൻ നവ്വറല്ലാഹു മർഖദഹു, അവരുടെ ആണ്ടിന്റെ സമയവും കൂടിയാണ്. അല്ലാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതേ മഹാനായ അഹ്മദ് സാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാൻ നവ്വറല്ലാഹു മർഖദഹു തുടങ്ങിയ വലിയ വലിയ ബഹറുകളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അന്ന് കൊടുത്ത ഫത്വകൾ, അന്ന് പറഞ്ഞ തീരുമാനങ്ങൾ, അതിലൊരു മാറ്റവും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞതല്ലേ താജുൽ ഉലമ ചെയ്ത തെറ്റ്? എന്ന് പറഞ്ഞതല്ലേ നൂറുൽ ഉലമ ചെയ്ത തെറ്റ്? അതിന് പിന്തുണച്ചതല്ലേ ഖമറുൽ ഉലമ ചെയ്ത തെറ്റ്? വേറെ എന്ത് തെറ്റാണ് ഈ സമുദായം, ഈ പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് എന്ന് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഇങ്ങോട്ട് എത്ര ആക്രമിച്ചാലും തിരിച്ചടിക്കാൻ ഞങ്ങൾ ഭീരുക്കളായതുകൊണ്ടല്ല, ഞങ്ങൾക്ക് അതേ ഇവിടെ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടല്ല, അത് ഈ സമ്മേളനം കണ്ടവരുടെ കണ്ണുകൾ മുഴുവനും തുറക്കാനായിട്ടില്ലേ എന്ന് ഞാൻ ഈ സമയത്ത് ചോദിക്കുകയാണ്. ഇവിടെ നട്ടുച്ച വെയിലത്ത് വന്നിട്ടാണ് ഈ മുന്നിലുള്ള ഈ യുവാക്കൾ അണിനിരഞ്ഞ് ഇതുവരെയും ക്ഷമയോടുകൂടിയിരുന്നത്. എന്തുകൊണ്ടാണത്? അതവരുടെ ആഖിറത്തിനു വേണ്ടിയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചത്, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി ഇല്ലാ കാന ലഹു ഫീ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി
വയഖ്തദൂന ബിഅംരി. ഏത് നബിമാർ ആദ്യകാലത്ത് ആ നബിയെ പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കുന്ന നിഷ്കളങ്കരായ അനുയായികളുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, സയ്യിദുനാ ഇമാമു ദാരിൽ ഹിജ്റ ഇമാം